ഇവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഒരു തക്കാളി, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു കഷ്ണം പടവലങ്ങ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നല്ലതാണ്, ക്യാപ്സിക്കം എടുക്കുന്നവർക്ക് എടുക്കാം, കയ്യിലുള്ളവർക്ക്. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഒരു മിക്സഡ് ഉപ്പുമാവാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ ഇവിടെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നല്ലപോലെ വഴണ്ടി വരണം. ചെറുതായിട്ട് ബ്രൗൺ നിറമായി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ആ പച്ചമുളകും പടവലവും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം, ബീൻസൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കറി പോലും വേണ്ടാത്ത നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും അരിയൊക്കെ ആട്ടാത്ത ദിവസം ഇതുപോലൊന്ന് തയ്യാറാക്കാം. എല്ലാവരും ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു കണ്ടുകൊണ്ടിരിക്കുന്നവർ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ വഴണ്ട് വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് നമുക്ക് എന്തുമാത്രം വഴണ്ട് കിട്ടാനുള്ളത് അത്രയും തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇച്ചിരി അടച്ചിട്ടൊക്കെ വേവിക്കാം. ഇനി ഇതെല്ലാം ഇങ്ങനെ സൈഡിലോട്ട് മാറ്റണം. സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒതുക്കണം. നല്ലതുപോലെ ഒതുക്കിയതിന് ശേഷം നമ്മൾ റവ എടുത്തിട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. അത് സൈഡിലിരുന്നോളും. റവ ഇതുപോലെ വറുത്തെടുക്കണം. വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും ഇതിലിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടും നമുക്ക്. അതുപോലെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിപ്പോൾ ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ വെജിറ്റബിൾസ് അരിവിനോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു സൈഡിലോട്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ വെജിറ്റബിൾസ് എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തിട്ട് ഇളക്കിയെടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ റവ ഒരു ചുമന്ന കളർ പോലെ വരും മൂത്ത്. ഇപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ തേങ്ങ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇല്ലെങ്കിലും ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ടേസ്റ്റും കൂടും, സാധനവും കൂടും. കുറച്ച് തേങ്ങ കൂടെ ചേർത്താം. അപ്പോൾ അതും ഇട്ട് അതുപോലെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്, മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ വെജിറ്റബിൾസുമായിട്ട് യോജിപ്പിക്കാം. ഈ സമയം നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇത്രയും നേരം ഇരുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതുപോലെ ശ്രദ്ധിക്കണം. കരിയാതെയൊക്കെ ആ മൂക്കുന്നതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനം റെഡിയാക്കി എടുക്കാൻ പറ്റും. ലോ ഫ്ലെയിമിലൊക്കെ ഇടുമ്പോഴത്തേക്ക്, മീഡിയം ഫ്ലെയിമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി താമസം എടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം തയ്യാറാക്കാൻ.
അപ്പോഴിതിന് ഞാൻ 1 കപ്പ് റവയാണ് എടുത്തത്. അതിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. പച്ച വെള്ളം തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം. ഗ്ലാസ്സിനാണ് അളക്കുന്നതെങ്കിൽ അങ്ങനെ 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം. അതനുസരിച്ച് വേണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ. ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കിയപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. ആ 1.5 കപ്പിൽ 1 കപ്പേ ഞാൻ ഒഴിച്ചുള്ളായിരുന്നു. ഇനി 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇളക്കിയെടുക്കണം. ഇത് വേണമെങ്കിൽ ഇതുപോലെ തട്ടിപ്പൊത്തി 2 മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം വേണമെങ്കിൽ ഇളക്കാം. ആ വെള്ളം ഒന്ന് വറ്റി ആവി നിന്ന് വെന്ത് വരും. ഇതിപ്പോൾ എല്ലാം വെന്ത സാധനങ്ങളാണ്. ഇങ്ങനെ വെച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഇളക്കാം. 2 മിനിറ്റിന് ശേഷം വീണ്ടും നമ്മൾ ഇളക്കുകയാണ്. അപ്പോൾ നമ്മളെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും ഉപ്പുമാവല്ല, മിക്സഡ് ഉപ്പുമാവ്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീ ഓഫാക്കാം. ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം എല്ലാവരും കണ്ടല്ലോ, നല്ല ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇത്രയും ഉപ്പുമാവ് ഒരാൾ കഴിക്കില്ല. ഇത് 3 പേർക്ക് കഴിക്കാനുള്ള സാധനമുണ്ട്, വലിയ 3 പേർക്ക്.